അരിക്കടുക്ക, കല്ലുമ്മക്കായ അങ്ങനെ പല പേരുകളും ഈ ഒരു സംഭവത്തിനുണ്ട് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് കണ്ണൂരുകാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. നിങ്ങൾ നല്ല ടേസ്റ്റുള്ള ഒരു അരിക്കടുക്ക അല്ലെ കല്ലുമ്മക്കായ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കോട് അല്ലെ കണ്ണൂർ തന്നെ മസ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ ഇതുപോലെ കടുക്ക നിറച്ചത് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഫ്രഷ് കടുക്ക തന്നെ വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ സെറ്റാക്കി വെക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും ഇട്ടിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. അരയ്ക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ കുക്ക് എൻ്റെ മമ്മിയാണ്. മമ്മി എല്ലാത്തിനും ഭയങ്കര തിരക്കാണ്. സോ ആൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ആദ്യം തന്നെ പത്തിരിപ്പൊടി കുഴയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് വറുത്ത അരിപ്പൊടി നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ചൂടൊക്കെ മാറുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഈ പച്ച കല്ലുമ്മക്കായ എങ്ങനെയാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. മമ്മിയാണ് ഇതിൽ എക്സ്പേർട്ട്. സോ മമ്മിയാണ് കേട്ടോ ചെയ്യുന്നത്, ഞാനല്ല. ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തൃശ്ശൂർ പോയിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് ഇതുപോലത്തെ ഫ്രഷ് കല്ലുമ്മക്കായ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതുപോലെ പൊളിക്കാതെ കുറേ കാലമായി. സോ മമ്മിയും ചേച്ചിയുമാണ് ഇതിലെ എക്സ്പേർട്സ് ഇപ്പം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പൊളിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഞാരൊക്കെ ഉണ്ടാവും കേട്ടോ കിടക്കെ നമ്മുടെ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ. സോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിമാവില്ലേ, അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഓപ്പൺ ചെയ്ത് ഇതുപോലെ നിറച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന മമ്മിയാണ്. അപ്പോൾ മമ്മി ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി, എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഞാനും അപ്പോൾ ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഉരുളിയെടുത്ത് ഞാൻ നിറയ്ക്കാൻ പോകായിരുന്നു. അപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തപ്പോൾ മമ്മി പറഞ്ഞു അത്രയൊന്നും വേണ്ട. അപ്പോൾ എക്സസ് ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബോളാക്കി നമ്മുടെ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാമല്ലോ. സിമ്പിൾ അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഫ്രഷ് കല്ലുമ്മക്കായ കിട്ടുകയാണെങ്കിൽ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ആൻഡ് ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഒക്കെ മതി. 15 to 20 മിനിറ്റ്സ് മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കടുക്കയൊക്കെ നന്നായിട്ട് അരിമാവൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഇനി നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഈ ആവി കയറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ ഇതുപോലെ ഈ ഒരു മുളകിൻ്റെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ തൊലി അടക്കം കുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ തൊലിയിൽ നിന്ന് ഇത് അടർത്തിയെടുത്തതിന് ശേഷം വെറുതെ മുളക് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തൊലി അടക്കം ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലുമ്മക്കായാണ് കൂടുതൽ കിട്ടാറ് കേട്ടോ. രണ്ട് രീതിയിൽ തന്നാലും ഞാൻ കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആൻഡ് ദെൻ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ക്യാമറയും വെച്ചുകൊണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ ആകെ പൊട്ടിപ്പോയി. എന്നാലും പൊട്ടിയിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ മമ്മി ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇതുവരെ കഴിച്ചിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ കോഴിക്കോടോ കണ്ണൂരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.